ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷംജിത എന്ന് പറയുന്ന ഒരു നാരിയുടെ ബസ്സിലെ റീൽ പിടുത്തം കാരണം സ്വയം ജീവൻ ഒടുക്കിയ ദീപകിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ഷംജിതയുടെ പേരിൽ കേസാവുകയും പുള്ളിക്കാരത്തെ അറസ്റ്റ് ചെയ്യുകയും വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയാണ്. പുള്ളിക്കാരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സബ്ജക്റ്റിന് ശേഷം അധികം റീലൊന്നും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു 3 days മുന്നേ എലീസാഗ്രാം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു റീല്, ഇതുപോലത്തെ ഒരു റീല് കണ്ടു. ഇത് ബസ്സല്ല, ട്രെയിനാണ്. ഇതാണ് ആ ഒരു റീല്. 3 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 10 മില്യൺ ആൾക്കാർ, 1 കോടി ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് ഈ യുവതിക്കുണ്ടായ ദുരനുഭവം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. കണ്ടല്ലോ, ഇതാണ് ആ ഒരു റീല്. ഈ വീഡിയോയിൽ ഒരു പ്രായമുള്ള ഒരു വ്യക്തി ഇവരെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ആ ക്യാമറയിലോട്ട് തന്നെയാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വേറെ ഒരു നെഗായിട്ടൊന്നും തോന്നാനൊന്നുമില്ല. മേ ബി അതുകൊണ്ടായിരിക്കണം ഇവർ ഈ റീൽ ഇട്ടതിന് ശേഷം കമന്റ് സെക്ഷൻ ഇവർക്ക് എതിരായി ഇവർ കമന്റ് സെക്ഷൻ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദീപക്കാണ് ആ ഒരു ഇൻസിഡന്റുമായിട്ട് ഇതിനെ ആളുകൾ കമ്പയർ ചെയ്ത് തുടങ്ങി. അതുകൊണ്ടായിരിക്കണം അത്ര നെഗറ്റീവ് ഇവർക്ക് വന്നത്. മാത്രമല്ല, ആ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പെട്ടെന്ന് കാണുന്ന ആൾക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനും ഈ വീഡിയോയുടെ അടിയിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം. ബിഫോർ യു ജഡ്ജ് മീ, നെഗറ്റീവ് കമന്റ് വന്നതിന് ശേഷമായിരിക്കണം ഇവർ ഇത് കൊടുത്തേക്കുന്നത്. സൂം ദ വീഡിയോ ആൻഡ് വാച്ച് കെയർഫുള്ളി. ഓക്കെ, വീഡിയോ സൂം ചെയ്ത് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഓൺ March 15, while traveling around from ചങ്ങനാശ്ശേരി ടു എറണാകുളം സൗത്ത് ഓൺ വഞ്ചിനാട് എക്സ്പ്രസ്, 8:30 11 PM പോകുന്നത്, രാത്രിയാണ്. ഐ വെന്റ് ത്രൂ സംതിങ് ഡീപ്ലി അൺകംഫർട്ടബിൾ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-60 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തിന്റെ ശരീരത്തിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു നോട്ടം ഭയങ്കര ഡിസ്റ്റർബിങ് ആൻഡ് ക്രീപ്പി എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. മാത്രമല്ല, ഇത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നും പറയുന്നു. അത് കഴിഞ്ഞ്, ആൻഡ് ബിഫോർ എനിവൺ ട്രൈ ടു ജഡ്ജ്, ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് how I dressed. If you first thought is about my outfit, you are part of the problem. No outfit ever justify this kind of behavior. അവർ പറയുന്നത് അവരുടെ വസ്ത്രധാരണത്തിന്റെ അല്ല. ഇവരുടെ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ കുറച്ച് അത്തരത്തിലുള്ള റീൽസ് ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം പറഞ്ഞിരിക്കുന്നത് അവരുടെ വസ്ത്രധാരണത്തിന്റെ അല്ല. അനി ഏത് കോലത്തിൽ വന്നു കഴിഞ്ഞാലും അങ്ങേര് ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. ദിസ് ഈസ് നോട്ട് ഫോർ അറ്റൻഷൻ, ദിസ് ഈസ് റിയാലിറ്റി. മെനി വുമൺ എക്സ്പീരിയൻസ് ദിസ് ആൻഡ് സ്റ്റേ സൈലന്റ്. ഐ വാസ് സ്കെയർഡ് ടു പോസ്റ്റ് ദിസ് ബിക്കോസ് ഓഫ് ദ കോൺസിക്വൻസ്. അറിയാലോ എന്തായിരിക്കും ആ ഒരു കോൺസിക്വൻസ് എന്ന്. പ്ലീസ് വാച്ച് ബിഫോർ ഫോമിങ് ആൻ ഒപ്പീനിയൻ എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് കമന്റ് സെക്ഷനിലും ഒരു പോസ്റ്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പുള്ളിക്കാരത്തി ധരിച്ചിരുന്നത് എന്നുള്ള തരത്തിലാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. എ കുർത്തി, ലൂസ് ബോട്ടം ആൻഡ് എ മാസ്ക്. ഇതാണ് പുള്ളിക്കാരെ ധരിച്ചിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, മന്ത്സ് എഗോ പുള്ളിക്കാരത്തേക്ക് വേറൊരു മനുഷ്യനിൽ നിന്ന് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് സൈലന്റ് ആയിട്ടിരുന്നു, പക്ഷെ ഈ സമയം സൈലന്റ് ആയിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എറണാകുളം സൗത്ത് RPF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. SI ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു വാർത്ത റീല് കണ്ടോണ്ടായിരിക്കണം ഏഷ്യാനെറ്റ് എടുത്തൊക്കെ ന്യൂസ് ആക്കിയിട്ടുണ്ട് അവരുടെ കുറിപ്പ് ന്യൂസിനകത്ത്. ഇതാണ് യാഥാർത്ഥ്യം. വഞ്ചിനാട് എക്സ്പ്രസിൽ കണ്ണെടുക്കാതെ തുറച്ചു നോക്കുന്ന മധ്യവയസ്കൻ, വീഡിയോ പങ്കുവെച്ച് യുവതി വൈറൽ. ഓക്കെ, നോട്ട് ദ പോയിന്റ്, വൈറൽ. വാർത്തയും കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞു വെച്ചേക്കുന്ന കാര്യമൊക്കെ വാർത്തയായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, എന്തോ. ഇനി പുള്ളിക്കാരത്തി പറഞ്ഞതുപോലെ നമുക്ക് ആ വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ആ വീഡിയോയുടെ മുകളിൽ കൊടുത്തേക്കുന്ന ഒരു കാര്യം, ഒൺലി ഗേൾസ് വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ സ്കെയറി ദിസ് ആക്ച്വലി ഈസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയാണ് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. നമുക്ക് ഈ വീഡിയോ സൂം ചെയ്ത് നോക്കാം ഗൈസ്. പുള്ളി കണ്ട താടിക്ക് കൈയും കൊടുത്ത് കണ്ട ക്യാമറയിലോട്ട് തന്നെയാണ് തുറച്ചു നോക്കുന്നത്. അത് കൺഫേം ആണ്. ഒരു നെർവസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പുള്ളി നോക്കുന്നത്. അങ്ങനത്തെ ഒരു ബിഹേവിയർ ഒരു കൈൻഡ് ഓഫ് റെഡ് ഫ്ലാഗ് ആണ് കേട്ടോ.
ഈ ഒരു പാർട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടത്. അവിടമാണ് എനിക്ക് ഈ ഒരു വീഡിയോക്കകത്ത് നെഗായിട്ട് ഫീൽ ചെയ്തത്. ഇങ്ങനിട്ട് നാക്കിട്ട് പാമ്പിൻ്റെ കൂട്ട് പരിപാടി നടത്താൻ ശ്രമിക്കുന്നുണ്ട്. മറ്റേ വത്സനാന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള ഒരു ആക്ട് അണ്ണൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അവിടാണ് എനിക്ക് ഈ വീഡിയോക്കകത്ത് ഭയങ്കര റോങ് ആയിട്ട് ഫീൽ ചെയ്തത്. കണ്ട അണ്ണൻ നാക്കിട്ടുള്ള പരിപാടിയാണ് അവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതത്ര നോർമൽ ബിഹേവിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിനകത്തൊരു മറ്റേ സാധനം ഉണ്ട്. ഇത് കണ്ടോണ്ടായിരിക്കണം അവരങ്ങനെ എഴുതിയത്. ഡിസ്റ്റർബിംഗ് ആണ്, ക്രീപ്പി ആണ്. ഇങ്ങനെ ഒരുത്തം നമ്മുടെ വീട്ടിലൊരു പെണ്ണിൻ്റെ അടുത്ത് വന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കും ഫീൽ ചെയ്യും. അത്ര നല്ല ഒരു ബിഹേവിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സീരിയസ്ലി അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ വേറൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു സംശയത്തിന്റെ ആനുകൂല്യം കിടപ്പുണ്ട്. ആ സംശയത്തിന്റെ ആനുകൂല്യം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യവൻ വന്നിട്ട് പറയാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, എനിക്കൊരു സ്വഭാവമുണ്ട് പറയാണ്. അത് പണ്ട് തൊട്ടുള്ള സ്വഭാവമാണ്, ഞാൻ അങ്ങനെ കാണിച്ചതാണ്, ഞാൻ വേറെ ഉദ്ദേശത്തോടെ കാണിച്ചതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. ഫോർ എക്സാമ്പിൾ, എനിക്ക് ADHD ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ ട്രെയിനകത്തിരിക്കാന്ന് വിചാരിക്കുക. എൻ്റെ കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിറച്ചിരിക്കും. എന്നാൽ ഞാൻ ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയായിരിക്കും കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പകച്ച് നിൽക്കത്തില്ല, എങ്ങനെ ദൂരോട്ടൊക്കെ നോക്കി നമ്മൾ എക്സാക്ട്ലി ചിലപ്പോൾ ആ പെണ്ണിന്റെ മുഖത്തോട്ടായിരിക്കത്തില്ല നോക്കുന്നത്. അന്നേരം ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിലപ്പം അവർക്ക് തോന്നുന്നത് എന്താണ്, അവരുടെ മുഖത്തോട്ട് നോക്കി അവരെ നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ എക്സാക്ട്ലി നമ്മൾ അതാണോ ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു സംശയത്തിന്റെ ആനുകൂല്യം കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 100% ഒരു ട്രസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൊടുക്കാനും പറ്റുന്നില്ല. ഇതല്ല, വേറൊരു വീഡിയോ ആണ്. ഒരുത്തൻ ബസ്സിനകത്തോ ട്രെയിനകത്തോ ഇരുന്ന് മറ്റേ തടവിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അതിനകത്ത് ഒരു സംശയത്തിന്റെ ആനുകൂല്യമില്ല. അവൻ ചെയ്തത് 100% തെറ്റാണ്. അവന്റെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാം, അവനെതിരെ കേസ് കൊടുക്കാം, കിട്ടുവാണെങ്കിൽ പിടിച്ച് 2 പൊട്ടിയുടെ കൊടുത്തു വിടാം. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഈ കേസിൽ നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ ദീപക് എന്ന് പറയുന്ന വലിയൊരു എക്സാമ്പിൾ കിടപ്പുണ്ട്. ഇനി അങ്ങനെ ഒരു വിക്ടിം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് 1% അവിടെ ഒരു സംശയമുണ്ട്, ഇയാൾ അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് പബ്ലിക്കായിട്ട് വന്ന് പങ്കുവെക്കാതിരിക്കുക. നിങ്ങൾക്ക് ലീഗലി പോവാം, അയാൾക്കെതിരെ കേസ് കൊടുക്കാം, നിയമത്തിലൂടെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം. 100% ഉറപ്പുള്ള വീഡിയോസ് മാത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൂ. ഇപ്പൊ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 100% ഉറപ്പായിരിക്കാം. പക്ഷെ ഒരു തേർഡ് പേഴ്സൺ, അത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാരല്ല, അവർക്ക് ചിലപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ 100% ഉറപ്പൊന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ കമന്റ്സ് പല രീതിയിൽ വരുന്നത്. നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷൻ ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു മനുഷ്യൻ താടിയും കൈയും കൊടുക്കാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, വീഡിയോ പങ്കുവെക്കുമ്പോൾ അതിനകത്ത് ചെറുതായിട്ടെങ്കിലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കാതിരിക്കുക. അതർവൈസ് ചിലപ്പം വേറൊരു ദീപക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കുവാണെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കമന്റ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. I also had a really bad experience with him, but I didn't take any action or record proof back then. It happened during a trip from Alappuzha to Kannur a couple of months ago. It was really good that you recorded this and posted it. I am sure this how he behaves all the time and he should be punished. അലീഷ സനൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി വേറൊരു കമന്റും കൂടി ഇതിന്റെ തൊട്ടടി താഴെ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക സഞ്ജീവ് വിട്ട കമന്റ് ആണ്. ഐ ഹാവ് സീൻ ദിസ് ഗായ് വൈൽ ട്രാവലിംഗ് എറണാകുളം ടു ട്രിവാൻഡ്രം ഓൺ January 30. ഞാനും ഇയാളും മാത്രമേ ആ ക്യാബിനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. സോ ഐ വാസ് ബിറ്റ് നെർവസ് ബട്ട് ഹി വാസ് സോ നൈസ് ടു മീ. നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ റീല് നോട്ടീസ് ചെയ്യാണ് റീസൺ അയാളുടെ കയ്യിലിരുന്ന സൂട്ട് കേസ് ആണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈ ഡിഡ് ഹി ബിഹേവ്സ് ടുവേർഡ്സ് യു ലൈക്ക് ദാറ്റ് എന്ന്. സോ ഇയാളിൽ നിന്ന് നല്ല രീതിയിൽ ഒരു ബിഹേവിയർ ഒരു സ്ത്രീക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നു ഇയാളിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഈ സെയിം കമന്റിന്റെ അടിയിൽ എലീസ ഗ്രാം എന്ന് പറയുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത പുള്ളിക്കാരത്തി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഹി ബിഹേവ്ഡ് നൈസ് വിത്ത് യു doesn't mean he behaves the same way with everyone. My experience was different. It made me uncomfortable. Please don't invalidate that. I am speaking about what happened to me and it was not okay. ഇപ്പൊ സംഭവം ഇതാണ്. എനിക്കിനകത്തൊരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ 100% തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റാത്തതിന്റെ റീസൺ, ഒറ്റ നോട്ടത്തിൽ ഞാൻ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഈ സാധനത്തിനകത്തോട്ട് ഇറങ്ങി ഇത് സംഭവം ഒന്ന് അതിന്റെ ഒരു എല്ലാ സൈഡ്സും പരിശോധിക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ 100% ചെയ്ത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. സീരിയസ്ലി പറ്റുന്നില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനകത്തൊരു ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇവൻ ഇത് തന്നെ, ഇവൻ 100% ഉടായ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇതൊന്നും
കൊണ്ട് പഠിക്കത്തില്ല. ഇവന്മാർക്ക് ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഇത് ഇവന്മാർ എല്ലാ സ്ത്രീകളെടുത്ത് കാണിക്കുമെന്നുള്ളതാണ്. 2 കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അന്ന് ആ വീഡിയോ ഓൾമോസ്റ്റ് 1 മില്യൺ ആൾക്കാർ കണ്ടതാണ്. വൈഷ്ണവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം. ഈ പെൺകുട്ടി ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരുത്ത്, ജോസഫ് എന്നാണ് തോന്നുന്ന പേര്, അവൻ ഇതിന്റെ ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് ബാഗിന്റെ അടിയിൽ തടവല് പരിപാടി. ഈ പെണ്ണ് ഇതുപോലെ വീഡിയോ എടുത്തു, റിയാക്ട് ചെയ്തു. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാം കാണാം. 100% അവൻ തെറ്റ് ചെയ്തെന്ന് ഉറപ്പാണ്. അന്ന് ഈ വൈഷ്ണവി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു, ഇയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇയാൾക്ക് എന്തോ മാനസികാവസ്ഥ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിട്ടു. വലിയ നടപടിയൊന്നും ഇവനെതിരെ എടുത്തൊന്നുമില്ല. ആൻഡ് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സെയിം ട്രെയിനിൽ തന്നെ സെയിം വ്യക്തി വേറൊരു പെണ്ണിൻ്റെ അടുത്ത് ഈ സെയിം പരിപാടി. 2 വീഡിയോ, ഒരു 1 ഇയർ ഗ്യാപ്പിൽ 2 വീഡിയോ വന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ളവന്മാർ ഇനിയും ഈ സ്ഥിരം പരിപാടി തന്നെയായിട്ട് തന്നെ ഇറങ്ങും. അത് എത്ര കിട്ടിയാലും പഠിക്കത്തുമില്ല. വേറെ ആർക്കെങ്കിലും ഇവനെതിരെ എന്തെങ്കിലും എവിഡൻസ് തരാൻ പറ്റുമെങ്കിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം യവൻ 100% ഞരമ്പനാണെന്നുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ശരി, വേറെ വീഡിയോ വരാം.